കൂട്ടം നമ്മളിന്ന് ബോട്ട് ആൻഡ് സ്ട്രീമിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളുള്ളൂ. ഒന്ന് ബോട്ട്, പിന്നെ ഒഴുക്കുള്ള വെള്ളം. അപ്പോൾ ഒരു ബോട്ട് വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ ആ ബോട്ടിലിരിക്കുന്നവർക്ക് ആ ബോട്ടിൻ്റെ റിലേറ്റീവ് സ്പീഡേ ഫീൽ ചെയ്യത്തുള്ളൂ. എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ ബോട്ട് ഒഴുക്കൊന്നുമില്ലാത്ത ഒരു വെള്ളത്തിൽ കിടക്കുക, ഇപ്പോൾ കുളത്തിൽ കിടക്കുകയെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഡാമിലെ വെള്ളത്തിൽ കിടക്കുക, വെള്ളം ഒഴുകുന്നില്ല. അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് ബോട്ടിൻ്റെ സ്പീഡ് എത്രയാണോ അത്രയും സ്പീഡ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ നമ്മളിപ്പോൾ ഇതേ സ്പീഡുള്ള ബോട്ട് ഒഴുക്കുള്ള വെള്ളത്തിൽ കൊണ്ടുപോയെന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ അതേ ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ബോട്ടിൻ്റെ സ്പീഡ് കൂടിയതുപോലെ തോന്നും. കാരണം എന്താണെന്ന് അറിയാമോ, ഇപ്പോൾ ബോട്ടിൻ്റെ സ്പീഡുകൊണ്ട് വെള്ളത്തിൻ്റെ ഡയറക്ഷനിൽ ഒഴുകുന്നുണ്ട്, ഈ വെള്ളത്തിൻ്റെ സ്പീഡും ബോട്ടിന് കിട്ടും. അപ്പോൾ ബോട്ടിൻ്റെ സ്പീഡ് പ്ലസ് ഈ വെള്ളത്തിൻ്റെ സ്പീഡ്, ഇത്രയും സ്പീഡ് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഇതേ സ്പീഡുള്ള ബോട്ട് ഈ ഒഴുകുന്ന വെള്ളത്തിന് ഓപ്പോസിറ്റ് ഓടിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ബോട്ടിൻ്റെ സ്പീഡ് കുറഞ്ഞ പോലെ തോന്നും. കാരണം എന്താണെന്ന് നോക്കാം. നമുക്കിപ്പോൾ ഒഴുക്കിനെതിരെ പോകണമെങ്കിൽ ഈ ഒഴുക്കിനേക്കാളും വേഗത്തിൽ തുഴഞ്ഞാലേ നമ്മൾ ഒഴുക്കിനെതിരെ പോകത്തുള്ളൂ. ഇപ്പോൾ ഒഴുക്കിൻ്റെ സ്പീഡ് എത്രയാണോ അത്രയും സ്പീഡിൽ തന്നെ നമ്മൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മൂവ് ചെയ്യത്തില്ല, നമ്മൾ അവിടെ തന്നെ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഒഴുക്കിനേക്കാളും എന്തോ ഒരു സ്പീഡ് കൂടുതൽ നമ്മൾ എടുക്കുന്നോ ആ സ്പീഡിൽ നമ്മൾ ഒഴുക്കിനെതിരെ പോകും. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ സ്പീഡ് ഒഴുക്കിനേക്കാളും കൂടുതലായിരിക്കണം. അപ്പോൾ നമ്മുടെ സ്പീഡിൽ നിന്ന് ഒഴുക്കിൻ്റെ സ്പീഡ് കുറയ്ക്കുക. ഈ സ്പീഡിലായിരിക്കും നമ്മൾ ഒഴുക്കിനെതിരെ പോകുമ്പോൾ നമ്മുടെ ബോട്ട് പോവുക. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇനി നമുക്ക് അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമും എന്താണെന്ന് നോക്കാം. അപ്സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴുക്കിനെതിരെ പോകാമെന്നാണ് അർത്ഥം. ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ ഒഴുക്കിൻ്റെ അതേ ഡയറക്ഷനിൽ പോകാമെന്നാണ് അർത്ഥം. അപ്പോൾ ഒഴുക്കിനൊപ്പം പോകുമ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ സ്പീഡ് എത്രയാണോ അതിന് നമ്മൾ ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് വിളിക്കും. ഒഴുക്കിനെതിരെ പോകുമ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ സ്പീഡ് എത്രയാണോ അതിന് നമ്മൾ അപ്സ്ട്രീം എന്ന് വിളിക്കും. ഇത് രണ്ടും നമ്മൾ ഇവിടെ കണ്ടതാണ്. അപ്സ്ട്രീം പോകുമ്പോൾ, അതായത് വെള്ളത്തിന് ഓപ്പോസിറ്റ് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ബോട്ടിൻ്റെ സ്പീഡിൽ നിന്ന് സ്ട്രീമിൻ്റെ സ്പീഡ് കുറയ്ക്കുക. ഇനി ഡൗൺ സ്ട്രീം പോകുമ്പോൾ, അതായത് ഒഴുക്കിനൊപ്പം പോകുമ്പോൾ നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത് ബോട്ടിൻ്റെ സ്പീഡിൻ്റെ കൂടെ സ്ട്രീമിൻ്റെ സ്പീഡ് കൂട്ടുക. അപ്പോൾ നോക്കി, അപ്സ്ട്രീം ഈക്വൽ ടു ബോട്ട് മൈനസ് സ്ട്രീം, ഡൗൺ സ്ട്രീം ഈക്വൽ ടു ബോട്ട് പ്ലസ് സ്ട്രീം. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അപ്സ്ട്രീം പ്ലസ് ഡൗൺ സ്ട്രീം ഈക്വൽ ടു ബിയും കൂടി 2b ആവും, മൈനസസും പ്ലസസും 0 ആയി പോകും, 2b എന്ന് കിട്ടും. അപ്പോൾ b ഈക്വൽ ടു u പ്ലസ് d ബൈ 2 എന്ന് കിട്ടും. ഇനി ഇതിൽ നിന്ന് കുറച്ചു എന്ന് വിചാരിക്കാം. ഡിന്ന് യു കുറച്ച് കഴിഞ്ഞാൽ ബിന്ന് മൈനസ് ബി 0 ആയി പോവും, എസ് മൈനസ് എസ് 2s എന്ന് കിട്ടും. അപ്പോൾ സ്ട്രീം ഈക്വൽ ടു ഡി മൈനസ് യു ബൈ 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രത്യേകമായിട്ട് ഓർക്കാനുള്ളത് ഈ രണ്ട് കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നമ്മൾ കണക്കുകൾ ചെയ്യുമ്പോൾ നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് പഠിച്ച കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ റിലേറ്റീവ് മോഷൻ, ഈ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരും. ഓക്കെ, ഇനി നമുക്ക് നേരെ കണക്കുകളിലേക്ക് കിടക്കാം. എ ബോട്ട് ഗോസ് 14 കിലോമീറ്റർ അപ്സ്ട്രീം ഇൻ 42 മിനിറ്റ്. ഒരു ബോട്ട് 14 കിലോമീറ്റർ അപ്സ്ട്രീം 42 മിനിറ്റ് കൊണ്ട് പോകും. ഇവിടെ നമുക്ക് അപ്സ്ട്രീം സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും. ദ സ്പീഡ് ഓഫ് സ്ട്രീം ഈസ് 4 km/h. വെള്ളത്തിൻ്റെ സ്പീഡ് വന്നിട്ടുണ്ട് 4 km/h. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടറിൽ ബോട്ടിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കുക. അതായത് നമ്മുടെ ബോട്ടിൻ്റെ മാത്രം സ്പീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ. അപ്പോൾ നോക്കി, അപ്സ്ട്രീമിൽ 14 കിലോമീറ്റർ 42 മിനിറ്റ് കൊണ്ട് പോകും. ഇവിടെ ഡിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ അപ്സ്ട്രീം പോയ ടൈമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അപ്സ്ട്രീം സ്പീഡ് കിട്ടുമല്ലോ. ദൂരം 14 കിലോമീറ്റർ, ടൈം 42 മിനിറ്റ്. അപ്പോൾ ടൈം ഇവിടെ മിനിറ്റിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ബോട്ടിൻ്റെ സ്പീഡ് ആൻസറിൽ km/h. അപ്പോൾ നമുക്ക് km/h തന്നെ കണ്ടുപിടിക്കണ്ടേ. ഇത് കിലോമീറ്ററിൽ, ഇത് മിനിറ്റിലാണ്. മിനിറ്റിനെ അവർ ആക്കണം. അപ്പോൾ ബൈ 60 ചെയ്യണം. 60 മേളിൽ പോകും. അപ്പോൾ 6 വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 7ഉം ഇവിടെ 10ഉം വരും. 7 ഇങ്ങോട്ട് വെട്ടിക്കഴിഞ്ഞാൽ 2. അപ്പോൾ അപ്സ്ട്രീം സ്പീഡ് കിട്ടി 20 km/h. ഇനി സ്ട്രീമിൻ്റെ സ്പീഡുണ്ട് 4 km/h. വെള്ളത്തിൻ്റെ സ്പീഡുണ്ട് 4. ഈ അപ്സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിൻ്റെ സ്പീഡിൽ നിന്ന് സ്ട്രീമിൻ്റെ സ്പീഡ് കുറയ്ക്കുമ്പോഴല്ലേ. അപ്പോൾ അപ്സ്ട്രീം സ്പീഡുണ്ട് 20, ഇത് 20, സ്ട്രീമിൻ്റെ സ്പീഡ് 4. ഈ -4 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബോട്ടിൻ്റെ സ്പീഡ് 24 എന്ന് കിട്ടും. അപ്പോൾ 24 km/h ആണ് നമ്മുടെ ബോട്ടിൻ്റെ സ്പീഡ്. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ. സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഈസ് 7 km/h. ബോട്ടിൻ്റെ സ്പീഡ് വന്നിട്ടുണ്ട് 7 km/h. ഇഫ് ഇറ്റ് സ്പീഡ് ഇൻ ഡൗൺ സ്ട്രീം ഈസ് 10 km/h when the speed of the stream. ഓക്കെ, ഡൗൺ സ്ട്രീം സ്പീഡ് 10 ആണെങ്കിൽ സ്ട്രീമിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുക. അപ്പോൾ നോക്കി, ഈ ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിൻ്റെ സ്പീഡിൻ്റെ കൂടെ സ്ട്രീമിൻ്റെ സ്പീഡ് കൂട്ടുമ്പോഴല്ലേ. ഇത് തന്നിട്ടുണ്ട് 10, ബോട്ടിൻ്റെ സ്പീഡ് 7, അപ്പോൾ സ്ട്രീമിൻ്റെ സ്പീഡ് എത്രയായിരിക്കും? 3 ആയിരിക്കും.
ഓക്കെ, അടുത്തത് ആദിത്യ ക്യാൻ റോ എ സ്ട്രീം at 10 km/h and against the stream at 6 km/h. Speed in still water is. അതായത് വെള്ളത്തിനൊപ്പം 10 km/hലും വെള്ളത്തിന് ഓപ്പോസിറ്റ് 6 km/hലും പോകാൻ പറ്റും ആദിത്യയ്ക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ആദിത്യയുടെ സ്പീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുക. അപ്പോൾ നോക്കി, വെള്ളത്തിനൊപ്പം പോകുന്നത് 10 km/h. വെള്ളത്തിനൊപ്പം പോകുന്നത് നമ്മൾ ഡൗൺ സ്ട്രീം എന്നല്ല വിളിക്കുന്നത്, ഇത് 10. ഇനി വെള്ളത്തിന് ഓപ്പോസിറ്റ് പോകുന്നത് 6, അത് അപ്സ്ട്രീമാണ്, അത് 6. ഇനി ഹിസ് സ്പീഡ് ഇൻ സ്റ്റിൽ വാട്ടർ, അപ്പോൾ പുള്ളിയുടെ സ്പീഡ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ പുള്ളി തുഴയുന്ന ആ വഞ്ചിയുടെ സ്പീഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ബോട്ടിൻ്റെ സ്പീഡ് ഈക്വൽ ടു ഡൗൺ സ്ട്രീമും അപ്പ് സ്ട്രീമും കൂട്ടിയിട്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ ഇത് രണ്ടും കൂടെ കൂട്ടുക, അപ്പോൾ 16 കിട്ടും. 16/2 ചെയ്ത് കഴിഞ്ഞാൽ 8 കിട്ടും നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് എ മാൻ മൂവ്സ് 20 km ഡൗൺ സ്ട്രീം ഇൻ 5 hours ആൻഡ് 10 km അപ്പ് സ്ട്രീം ഇൻ സെയിം ടൈം. സ്പീഡ് ഓഫ് ദ സ്ട്രീം ഇസ്. ഓക്കെ, അതായത് ഒരാൾ 20 km ഡൗൺ സ്ട്രീം 5 hours കൊണ്ട് പോകും. 20 km ഡൗൺ സ്ട്രീം 5 hours കൊണ്ട് പോകും. അപ്പോൾ നമുക്ക് അവിടുത്തെ ഡൗൺ സ്ട്രീം സ്പീഡ് കിട്ടത്തില്ലേ, എത്രയാണ്? 20/5, അതായത് 4 km/h. ആൻഡ് 10 km അപ്പ് സ്ട്രീം ഇൻ സെയിം ടൈം. അതേ സമയം കൊണ്ട് 10 km അപ്പ് സ്ട്രീം പോകും. അപ്പോൾ നോക്കി, അപ്പ് സ്ട്രീം 10 km പോകും, സമയം 5 hours തന്നെ. അപ്പോൾ 5 ചെയ്ത് കഴിഞ്ഞാൽ 2 km/h കിട്ടും. അപ്പോൾ ഡൗൺ സ്ട്രീം സ്പീഡ് കിട്ടി, അപ്പ് സ്ട്രീം സ്പീഡും കിട്ടി. സ്പീഡ് ഓഫ് ദ സ്ട്രീം, സ്ട്രീമിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു, സ്ട്രീമിൻ്റെ സ്പീഡ് കിട്ടാനായിട്ട് ഡൗൺ സ്ട്രീമിൽ നിന്ന് അപ്പ് സ്ട്രീം കുറച്ചിട്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എടുക്കുക. 4 2 പോയാൽ 2/2 ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും നമ്മുടെ ആൻസർ. ഓക്കെ, എ ബോട്ട് ട്രാവൽസ് 18 km ടുവാർഡ്സ് അപ്പ് സ്ട്രീം ഇൻ 6 hours. ഓക്കെ, ഒരു ബോട്ട് അപ്പ് സ്ട്രീം 18 km 6 hours കൊണ്ട് പോകും. അപ്പോൾ അവിടെ നിന്ന് അപ്പ് സ്ട്രീം സ്പീഡ് കിട്ടിയില്ല, എത്രയാണ്? 18/6, അതായത് 3 km/h. How long will it take to cover the same distance downstream? The speed of current is 1/4 the speed of boat in still water. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതേ ഡിസ്റ്റൻസ്, അതായത് 18 km ഡൗൺ സ്ട്രീം പോകാൻ എത്ര സമയം എടുക്കുമെന്ന് ചോദിച്ചേക്കുന്നത്. ഇനി വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കറണ്ടിൻ്റെ സ്പീഡ്, കറണ്ട് എന്ന് ഉദ്ദേശിച്ച് നമ്മുടെ വാട്ടറിൻ്റെ സ്പീഡ് തന്നെ കേട്ടോ, ഈസ് 1/4 the speed of boat. ബോട്ടിൻ്റെ സ്പീഡിൻ്റെ 1/4 ആണ് കറണ്ടിൻ്റെ സ്പീഡ്. അപ്പോൾ നോക്കി, ബോട്ടിൻ്റെ സ്പീഡ് ഇപ്പോൾ ഒരു 4 ആണെങ്കിൽ നമ്മുടെ വെള്ളത്തിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 1/4, അപ്പോൾ 1 ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഇതിനെ 4x എന്നും 1x എന്നും വിളിക്കാം, ഇത് റേഷ്യോ ആണല്ലോ. ഇത് നമ്മളോട് ഇതേ ഡിസ്റ്റൻസ് ഡൗൺ സ്ട്രീമിൽ പോയി കഴിഞ്ഞാൽ എത്ര നേരം കൊണ്ട് കവറാമെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഡൗൺ സ്ട്രീം സ്പീഡ് കണ്ടുപിടിക്കണം. നോക്കി, നമ്മുടെ ഒരു അപ്പ് സ്ട്രീം സ്പീഡുണ്ട്. അപ്പ് സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിൽ നിന്ന് സ്ട്രീം കുറയ്ക്കുമ്പോഴേ നമുക്ക് അപ്പ് സ്ട്രീം കിട്ടുന്നത്. അത് എത്രയാണ്? 3. ബോട്ട് 4x സ്ട്രീം 1x. അപ്പോൾ 4 1 പോയി കഴിഞ്ഞാൽ 3 കിട്ടും. അപ്പോൾ 4x 1x കുറച്ച് കഴിഞ്ഞാൽ 3x = 3, അപ്പോൾ x = 1 എന്ന് കിട്ടി. അപ്പോൾ ബോട്ടിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 4 km/h, സ്ട്രീമിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 1 km/h. ഓക്കെ, ഇനി ഡൗൺ സ്ട്രീം സ്പീഡ് കണ്ടുപിടിക്കാമല്ലോ. ബോട്ടിൻ്റെ സ്ട്രീമിൻ്റെ സ്പീഡ് തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പോൾ 4 ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ 5. അപ്പോൾ പോകേണ്ട ദൂരം 18, നമ്മുടെ സ്പീഡ് 5, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 5 15, പിന്നെ ഒരു 3 കൂടെ ഉണ്ട്, പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ 6, 3.6 hours എന്ന് കിട്ടും നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് എ ബോട്ട്മാൻ റോസ് 1 km in 5 minutes എലോങ് ദ സ്ട്രീം. ഓക്കെ, വെള്ളത്തിനൊപ്പം പോകുമ്പോൾ ഒരാൾ 5 മിനിറ്റ് കൊണ്ട് 1 km പോകും. ആൻഡ് 6 km in 1 hour അഗെയിൻസ്റ്റ് ദ സ്ട്രീം. വെള്ളത്തിന് എതിരെ പോകുമ്പോൾ 1 മണിക്കൂറിൽ 6 km പോകും. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് സ്ട്രീം, വെള്ളത്തിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കുക. നോക്കി, എലോങ് ദ സ്ട്രീം, അതായത് ഡൗൺ സ്ട്രീം പോകുമ്പോൾ പുള്ളി 1 കിലോമീറ്റർ പോകാനായിട്ട് 5 മിനിറ്റ് എടുക്കും. നമ്മുടെ സ്പീഡെല്ലാം km/h കിടക്കുന്നത്. അപ്പോൾ ഇത് കിലോമീറ്റർ, ഇത് 5 മിനിറ്റ്. ഇത് 1 മണിക്കൂറാക്കി കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന സ്പീഡായിരിക്കത്തില്ലേ? 5നെ 1 മണിക്കൂറാക്കുക, 5 മിനിറ്റ്. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് അല്ലേ? 5 60 ആക്കാനായിട്ട് × 12 ചെയ്യുക, ഇവിടെ × 12 ചെയ്യും. അപ്പോൾ 1 × 12 ചെയ്താൽ 12 കിട്ടും. 12 കിലോമീറ്റർ 60 മിനിറ്റിൽ അല്ലെങ്കിൽ 1 ഹവറിൽ. അപ്പോൾ ഡൗൺ സ്ട്രീം സ്പീഡ് കിട്ടി 12 km/h. ഇനി വെള്ളത്തിന് ഓപ്പോസിറ്റ് പോകുമ്പോൾ എങ്ങനെയാണ്? 1 മണിക്കൂറിൽ 6 കിലോമീറ്റർ, അത് തന്നെയല്ലേ സ്പീഡ്? 6 km/h. അപ്പോൾ അപ്പ് സ്ട്രീം കിട്ടി 6 km/h. ചോദിച്ചേക്കുന്ന വെള്ളത്തിൻ്റെ സ്പീഡാണ്. വെള്ളത്തിൻ്റെ സ്പീഡ് കിട്ടാനായിട്ട് d - u/2 ചെയ്താൽ പോരെ. 12 നിന്ന് 6 പോയി കഴിഞ്ഞാൽ 6, 6/2 ചെയ്ത് കഴിഞ്ഞാൽ 3 എന്ന് കിട്ടും ആൻസർ. ഓക്കെ, അടുത്തത് കേശവ് ക്യാൻ റോ 60 km ഡൗൺ സ്ട്രീം ആൻഡ് 36 km അപ്പ് സ്ട്രീം ടേക്കിംഗ് 10 hours ഈച്ച് ടൈം. ഓക്കെ, കേശവിന് 60 km ഡൗൺ സ്ട്രീം 10 hours കൊണ്ട് പോകാൻ പറ്റും.
അതുപോലെ തന്നെ 36 കിലോമീറ്റർ അപ്സ്ട്രീം 10 അവർ കൊണ്ട് പോകാൻ പറ്റും. വാട്ട്സ് എ വെലോസിറ്റി ഓഫ് ദ കറണ്ട്, ആ വെള്ളത്തിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞു പോവാം. നോക്കി, ഡൗൺ സ്ട്രീം പോകുന്നത് 60 കിലോമീറ്റർ 10 മണിക്കൂറും കൊണ്ട്. അപ്പോൾ സ്പീഡ് കിട്ടാൻ അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പോൾ ഡൗൺ സ്ട്രീം കിട്ടും 6 കിലോമീറ്റർ പെർ അവർ. ഇനി അപ്സ്ട്രീമോ പോകുന്നത് 36 കിലോമീറ്റർ, എടുക്കുന്ന ടൈം 10. അപ്പോൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3.6 കിട്ടും. അപ്പം 3.6ഉം 6ഉം. ഇത് ഡൗൺ സ്ട്രീം, ഇത് അപ്പ് സ്ട്രീം. ചോദിച്ചിരിക്കുന്നത് വെള്ളത്തിൻ്റെ സ്പീഡാണ്. വെള്ളത്തിൻ്റെ സ്പീഡ് കിട്ടാനായിട്ട് ഇതിൻ്റെ വ്യത്യാസം എടുക്കുക, ബൈ 2 ചെയ്യുക. ഇതിൻ്റെ വ്യത്യാസം എടുത്താൽ എത്ര ഇടും? 3.6ഉം 0.4ഉം 4, പിന്നെ ഒരു 2 ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ 1.2 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. ഓക്കെ, അടുത്തത്, വാട്ട് ടൈം വിൽ ബി ടേക്കൺ ബൈ എ ബോട്ട് ടു കവർ എ ഡിസ്റ്റൻസ് ഓഫ് 128 കിലോമീറ്റർ എലോങ് ദ സ്ട്രീം. എലോങ് ദ സ്ട്രീമാണ്, അതായത് ഡൗൺ സ്ട്രീമാണ്. ഇഫ് സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഈസ് 24 കിലോമീറ്റർ പെർ അവർ, സ്പീഡ് ഓഫ് സ്ട്രീം ഈസ് 80 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, നമുക്ക് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് 128. ബോട്ടിൻ്റെ സ്പീഡ് വന്നിട്ടുണ്ട്, സ്ട്രീമിൻ്റെ സ്പീഡ് വന്നിട്ടുണ്ട്. ഡൗൺ സ്ട്രീമാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഡൗൺ സ്ട്രീം കിട്ടാനായിട്ട് ബോട്ടിൻ്റെ സ്പീഡും സ്ട്രീമിൻ്റെ സ്പീഡും കൂടെ കൂട്ടുക. 24ഉം 8ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 32 കിട്ടും. ഇത് നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ പോരെ. ഡിസ്റ്റൻസ്, ഇത് നമ്മുടെ സ്പീഡ്. അപ്പോൾ 32 ഇൻറ്റു 4 ചെയ്ത് കഴിഞ്ഞാൽ 4 8 40 12. അപ്പോൾ 4 അവറാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ കൂട്ടുകാർ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോ പിടിക്കാം.